ഇനി ആലപ്പുഴയിലേക്കാണ്. ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങളായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാതെ ആലപ്പുഴ നഗരസഭ 12 കോടി മുടക്കി പണിത ശതാബ്ദി മന്ദിരമാണ് നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലം കാട് കയറി നശിച്ചത്. ഇപ്പോൾ 2 കോടി മുടക്കി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴ നഗരസഭ 100 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന 2020 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു കെട്ടിടമാണ്. അന്ന് അതിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും കേവലം പാർട്ടീഷനും ഇലക്ട്രിഫിക്കേഷൻ വർക്കും മാത്രം മിച്ചമുള്ളപ്പോഴാണ് കഴിഞ്ഞ ഭരണസമിതി പടിയിറങ്ങുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ പുതിയ ഭരണസമിതി അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ നഗരസഭയുടെ ശതാബ്ദി മന്ദിരത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഇവിടെ കാട് കയറുവാനും ഈ കെട്ടിടം നശിച്ചു പോകുവാനും വരുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിനേക്കാൾ അധികമായി കേവലം 12 കോടി രൂപയ്ക്ക് തീരുമായിരുന്ന ഒരു നിർമ്മിതി ഇപ്പോൾ 15 കോടി മുടക്കിയാലും തീരാത്തത്രയും നിലയിലുള്ള മെയിന്റനൻസിനുള്ള അധിക തുക കൂടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 2.25 കോടി രൂപ അനുവദിച്ചുള്ള പ്രവൃത്തിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 1.5 കോടി രൂപ മുടക്കിയാൽ മാത്രമേ ഇനി കൂടുതലായ പ്രവൃത്തികൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ടെൻഡർ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനർത്ഥം സമീപഭാവിയിലൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അനഘ ഹർഷൻ നൽകും വിശദാംശങ്ങൾ. അനഘ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2020 ഈ കെട്ടിടത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്നും ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ആലപ്പുഴ നഗരസഭ ഈ ഒരു ഇവിടെ നിന്ന് മാറാതിരിക്കാനുള്ള ഒരു സാഹചര്യം, എന്താണ് ഇവിടേക്ക് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയുന്നത്, എന്താണ് ഇതിലൊരു പ്രതിസന്ധി നിൽക്കുന്നത്? ശ്രുതി, 1ഉം 2ഉമല്ല 12 കോടി മുടക്കി ആലപ്പുഴ നഗരസഭ പണിത പുത്തൻ പുതിയ കെട്ടിടമാണ് കാട് കയറി നശിച്ചത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം 2020 തന്നെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞതാണ്. എന്നിട്ടും നഗരസഭ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഉടൻ തന്നെ ഈ പുതിയ കെട്ടിടത്തിലേക്ക് നഗരസഭ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റുമെന്നാണ്. എന്നാൽ അതുണ്ടായില്ല. പിന്നീട് 4 വർഷം കഴിഞ്ഞിട്ടും നഗരസഭ ആ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരു നീക്കവും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നഗരസഭയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ നമുക്ക് നൽകുന്ന മറുപടി ഉടൻ തന്നെ ഈ കെട്ടിടത്തിലേക്ക് മാറും എന്നാണ്. പക്ഷേ ഈ ഓരോ ദിവസവും പറയുകയല്ലാതെ നഗരസഭ അത്തരത്തിലൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന ഒരു നീക്കവും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 12 കോടി മുടക്കി പണിത ഒരു പുത്തൻ പുതിയ കെട്ടിടം, അതിന്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും ഇപ്പോൾ കാലപ്പഴക്കം കാരണം നശിച്ചു പോയിട്ടുണ്ട്. ഇനി നഗരസഭയ്ക്ക് ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറണമെങ്കിൽ 2 കോടിയോളം രൂപ ആ കെട്ടിടത്തിനായി ചെലവഴിക്കണം. പൊതുവെ 12 കോടി മുടക്കി പണിത പുത്തൻ പുതിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് വേണ്ടി ഇനി 2 കോടി രൂപ കൂടി നഗരസഭ ഇറക്കിയാൽ മാത്രമേ ആ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ നഗരസഭയ്ക്ക് മാറാൻ കഴിയുമായിരുന്നു. അന്ന് നഗരസഭ ഇത്തരത്തിൽ ആ കെട്ടിടത്തിലേക്ക് 2020 നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ആ കെട്ടിടത്തിലേക്ക് സമീപകാലത്ത് ആ വർഷമെങ്കിലും മാറിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ആ കെട്ടിടം നശിച്ച് പോകുമായിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് ഈ കെട്ടിടം ഈ രൂപത്തിൽ നശിച്ചു പോകാൻ കാരണമായിട്ടുള്ളത്. മറ്റൊന്ന്, നിലവിൽ ആലപ്പുഴ നഗരസഭ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല എന്നതാണ്. ഈ നഗരസഭയിൽ എത്തുന്ന ആളുകൾക്ക് തന്നെ ഇതിൽ വലിയ പരാതിയടക്കം പറയുന്നുണ്ട്. എന്നാൽ എന്നിട്ട് പോലും ആലപ്പുഴ നഗരസഭ ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ശ്രുതി, ഓക്കെ, അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങളായി 4 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിലേക്ക് ഇപ്പോഴും പ്രവർത്തനം മാറ്റാതെ ആലപ്പുഴ നഗരസഭ തുടരുകയാണ്. 12 കോടി മുടക്കി പണിതതാണ് ഈ കെട്ടിടം. പക്ഷേ ഇപ്പോഴും ഈ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത് കാട് കയറി നശിക്കുന്നത്.